എന്താ മാർഗം? അമ്മാവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താ മാർഗമെന്ന് എനിക്കും അറിയില്ല. നാളെ പോലീസ് സ്റ്റേഷനിൽ വീണ് ജയിച്ച കല്യാണി അവൾ കൊണ്ടുപോകും. വിട്ടുകൊടുക്കാൻ ഹരിക്ക് പറ്റുമോ? ജ്യോതി എങ്ങനെയാ തന്നെ തോൽപ്പിച്ചത്? പ്രസവിച്ചതിന്റെ അവകാശം പറഞ്ഞല്ലേ? എഴുത്തിലും വായനയിലും ഒക്കെ പ്രസവിച്ചതിന് വലിയ വിലയാ. അവിടെ ജ്യോതി അമ്മയാ, വീണ അമ്മയാ. കൊണ്ട് നടന്ന് വളർത്തി വലുതാക്കിയ നമുക്കൊന്നും ഒരു വിലയുമില്ല. പിന്നെ പിരിയേണ്ടി വന്ന ആദ്യം പിരിഞ്ഞിട്ട് നിത്യ ജീവിക്കുന്നില്ലേ? ഞാനും എങ്ങനെയെങ്കിലും ജീവിക്കും. ഹരി, തനിക്കും എനിക്ക് സംഭവിച്ചത് ഒരേ കാര്യമാണ്. കൺമുന്നിൽ ഒരു കുഞ്ഞു കിടന്ന് കരയും. അതിന്റെ അടുത്ത് എന്ന് വാരിയെടുത്തു, ഊട്ടി വലുതാക്കി കൂടെ കൊണ്ടു നടന്നു. എന്നിട്ട് ഒരു ദിവസം അവകാശം പറഞ്ഞ ആളെത്തുമ്പോ നമ്മളോടൊക്കെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ അവകാശമൊന്ന്? താൻ പൊയ്ക്കോ, ഞാനും പോവാ. ഹരി, ഹരിക്ക് കരയണമെങ്കിൽ കരഞ്ഞോളൂ. എന്റെ മുന്നിൽ നാണക്കേടൊന്നും തോന്നണ്ട. ആണുങ്ങൾ കരുത്തന്മാരല്ലേടോ? കാരിരുമ്പിന്റെ മനസ്സുമായിട്ട് നടക്കുന്നവര് കരയാൻ പാടുണ്ടോ? ഇനിയിപ്പോ നാളെ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നത് വരെയുള്ളൂ സമയം. കല്യാണിയാണെങ്കിൽ 100 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനൊക്കെ മറുപടി പറയാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹരി, ഒരു പക്ഷെ അവളെ നോക്കുന്നൊരമ്മയായിരുന്നെങ്കിൽ, അവളെ സ്നേഹിക്കുന്നൊരമ്മയായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു പോയനെ. പക്ഷെ ഇത് നമ്മൾ അവരെ കൈപിടിച്ച് ചേർത്ത് നടക്കുമ്പോൾ നമ്മൾ കരുതും അവർ അനാഥരാണെന്ന്. ശരിക്കും അനാഥര് നമ്മളാ, ആരുമില്ലാത്തവര്.